Good morning to you all. Good morning, sir. നല്ല വീക്കെൻഡിലെ Anish bro. Anish, come. Where? Abhi, yes. Anish, congratulations. ഒരുപാട് സന്തോഷമുണ്ട്. ഇവരോട് പറഞ്ഞു തന്നില് കണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും. ഗുഡ്. തീർച്ചയായിട്ടും ഈ സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ലേ? നമ്മള് ദൈവത്തിന്റെ മുമ്പില് എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി വേണം. അപ്പോ അനീഷ് അതുപോലെ ബൊക്കെ ഉണ്ടല്ലേ? കണ്ടോ, ഷർട്ടിന് മാച്ചിങ് ബൊക്കെ. അല്ല, ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്നിതാ ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എന്റെ അമ്മ പറയാനുണ്ട്, ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് പോണം. സാറ് എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷം. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റന്ന 10 ലക്ഷാധിപതിയാണ്. താങ്ക് യു. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ. ആ ഒരു ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനൊക്കെ പറ്റിയത് നന്ദിയുണ്ട് കേട്ടോ സാർ. താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്റെ ട്രിപ്പില് റിയാസ് ദുബായിൽ നിന്നാണ് റിയാസ് വന്നത് ഇതിനു വേണ്ടി. വിനീത്, സുമേഷ്, പിന്നെ നമ്മുടെ സുഹൃത്ത് പുളിയും അസാദ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗ്രേഷനാണ്. എൻ്റെ ബ്രദർ പോലെയാണ് ഫൈസൽക്ക. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ. ഇന്നലെ അവിടെ പോയിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ചെയ്യുന്നത്. അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ്. അത് തിങ്ക് ചെയ്തു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത്. അപ്പോൾ വീട്ടിലേക്ക് യു ഗോയിങ് ബാക്ക് ഹോം അല്ലേ? കൺവേ മൈ റിഗാർഡ്സ് ടു പേരൻസ്, ഫാമിലി, എവറിബഡി. നാട്ടുകാരോടും എല്ലാവരോടും പറയാം. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ്. എൻ്റെ നാടിൻ്റെ പേര് കോടന്നൂർ എന്നാണ്. ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഉള്ളവരും എല്ലാവരും വീട്ടുകാരും നാട്ടുകാരൊക്കെ എത്രമാത്രം സന്തോഷത്തിലാണ്. എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ അവിടെ വരാം ഉറപ്പായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളെല്ലാ മീഡിയാസിനും താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ഹിയർ. അപ്പോൾ നിങ്ങൾ അനീഷിന്റെ സ്നേഹം താങ്ക് യു. സീ യു ഓൾ അഗൈൻ. താങ്ക് യു. ബൈ.